കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ടി.വി.കെ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ടി.വി.കെയുടെ റാലികൾക്ക് അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരൂർ സ്വദേശി നൽകിയ ഹർജിയും കോടതി ഇന്ന് പരിഗണിച്ചേക്കും. സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഗോകുൽ വി.എസ്. വിശദവിവരവുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഇന്നലെ ഒക്കെ നമ്മൾ വളരെ സംഘർഷഭരിതമായ ഒരു മനസ്സോടുകൂടി ഈ കാര്യങ്ങളെ സമീപിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. ഇപ്പോഴും അതിന് പൂർണ്ണമായും ഒഴിവ് വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. മരണസംഖ്യ ഏറ്റവും ഒടുവിൽ നമുക്ക് 41 എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് തോന്നുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കണോ വേണ്ടേ എന്ന കാര്യം ഇന്ന് പരിഗണിക്കപ്പെടുകയാണല്ലോ. എന്താണ് വിശദ വിവരങ്ങൾ ഗോകുൽ? ഇന്ന് നമ്മളുള്ളത് ഈ സംഭവ സ്ഥലത്താണ്. ഇന്ന് ഏകാംഗ കമ്മീഷൻ ഇപ്പോൾ ഇവിടെ റിട്ടയർഡ് ജസ്റ്റിസ് ഇവിടെ എത്തി അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയുന്നുണ്ട്. അതിനു മുമ്പ് ഇന്നലെ ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടെ എത്തുകയും സംഭവ സ്ഥലത്ത് നിന്ന് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. അതിനുശേഷം അവർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കാണുകയും ചെയ്തു. തമിഴ് മാധ്യമങ്ങൾ 41 മരണസംഖ്യ 41 എന്നുള്ളതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വളരെ വിഷമകരമായ സാഹചര്യം തന്നെയാണ്. ഇപ്പോഴും ഈ ദുരന്തത്തിൻ്റെ പല അവശിഷ്ടങ്ങളും ഇവിടെ ഉണ്ട്. അത് മുഴുവനായി ഇവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഈ പ്രദേശവാസികളിൽ നിന്നും ഈ സംഭവത്തിൽ പങ്കെടുത്ത ആളുകളിൽ നിന്നൊക്കെ തന്നെ ഏകാംഗ കമ്മീഷൻ റിട്ടയർഡ് ജസ്റ്റിസ് അവർ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. എങ്ങനെയാണ് ഈ അപകടത്തിന്റെ കാരണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നത്. അരുണാദേവിയാണ് ഇവിടെ എത്തുകയും രാവിലെ തന്നെ ഇവിടെ എത്തുകയും അവർ ഈ പ്രദേശവാസികളെ കാണുകയുമാണ്. ഇപ്പോൾ മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിപ്പോഴും ഈ ദുരന്തത്തിന്റെ ഈ സ്ഥലം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഈ രണ്ട് ഭാഗങ്ങൾ ഈ ദുരന്തം നടന്നു 41 പേരുടെ മരണത്തിനിടയാക്കി എന്ന് കരുതുന്ന ഈ രണ്ട് ഭാഗങ്ങൾ ഇപ്പോഴും ബന്ദോബസ്തായ നിലയിലാണ്. അവിടെ ഇന്ന് ഫോറൻസിക് സംഘം തെളിവെടുക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ ശാസ്ത്രീയ തെളിവുകൾ കൂടി സമാഹരിച്ചുകൊണ്ടുള്ള രണ്ട് രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒന്ന് കമ്മീഷന്റെ അന്വേഷണം, അതോടൊപ്പം തന്നെ പോലീസ് ADGP നേതൃത്വം നൽകുന്ന അന്വേഷണം. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സ്വാഭാവികമായും എന്താണ് വ്യക്തത വരിക, എന്താണ് അപകട കാരണം എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ അന്വേഷണത്തിൽ വ്യക്തത വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി സ്വീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം ഇന്ന് വരും. ഇനി ഈ ഒരു വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ തുടർ റാലികൾ ഒന്നും തന്നെ ഈ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ തുടർ റാലികൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കുന്നത്. ഉടൻ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി, ഗോകുൽ വി.എസ്. വിശദവിവരങ്ങൾ പങ്കുവച്ചത്. വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് നിൽക്കുകയാണ് കരൂർ. ഇനി ഒരു അനുമതി കിട്ടുന്നതുവരെ റാലി നടത്താൻ പാടില്ല എന്നാണ് ഇപ്പോഴുള്ള തീരുമാനം. ഏതായാലും ഇനി കേസ് എടുക്കുമോ ഇല്ലയോ എന്നതൊക്കെയായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു.